മറ്റൊരു രാജ്യത്തിനും ലഭിക്കാത്ത രാജകീയ പരിഗണനയാണ് ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന ഇന്ത്യൻ കപ്പലുകൾക്ക് ഇറാൻ നൽകിയിരിക്കുന്നത്. ഇന്ത്യ തങ്ങളുടെ ഒറ്റ ചങ്ങാതിയാണ് എന്നും ഇന്ത്യക്ക് ഒരിക്കൽ പോലും ഒരു ബുദ്ധിമുട്ടും ഇവിടെ നേരിടേണ്ടി വരില്ല എന്നതാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ഇറാൻ വൻ ആക്രമണം അഴിച്ചുവിടുമ്പോൾ ഇന്ത്യയോടാകട്ടെ നീതി പുലർത്തുന്ന നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇതാകട്ടെ മറ്റ് രാജ്യങ്ങളിൽ പ്രകോപനത്തിന്റെ വഴി തെളിക്കുമോ എന്നതാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നതും. അതോടൊപ്പം തന്നെ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, അത് മോദിയുടെ നയതന്ത്ര മികവ് തന്നെയാണ്. എത്രത്തോളം ശത്രുതയുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ആ രാജ്യത്തെ അദ്ദേഹത്തിന്റെ ഉള്ളം കയ്യിലേക്ക് എടുക്കുവാനും ആ രാജ്യവുമായി മറ്റൊരു നല്ല ബന്ധം സൃഷ്ടിക്കാൻ പോലും മോദിക്ക് ഇവിടെ സാധിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നിലപാട് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ ഓരോ രാജ്യത്തും അദ്ദേഹം ആ രാജ്യത്തിന് നൽകുന്ന പരിഗണന, സ്ഥാനം എല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യക്ക് ലഭിക്കുന്ന സ്വീകാര്യത മറ്റു രീതിയിൽ തന്നെ എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇതാകട്ടെ US വലിയൊരു തിരിച്ചടിയായി മാറുമോ എന്നതിലും സംശയമില്ല. ഇനിയും ഇന്ത്യക്ക് മേൽ ട്രംപ് ആകട്ടെ ടാരിഫ് ആയുധമാക്കി തന്നെ കളിക്കുമോ എന്നതാണ് മറ്റൊരു ചോദ്യചിഹ്നമായി ഉഴലുന്നതും. അതേസമയം പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴും ആഗോള കപ്പൽ ഗതാഗത സംഭാവന, ആ ഒരു സ്ഥിതി അത് വലിയ രീതിയിൽ ഇപ്പോൾ ഉടലെടുക്കുമ്പോൾ ലോകത്തിനു മുന്നിൽ ഭാരതത്തിന്റെ നയതന്ത്ര കരുത്ത് വീണ്ടും തെളിയിക്കപ്പെടുന്നത് തന്നെയാണ് ഈ ഒരു വസ്തുത, അല്ലെങ്കിൽ ഈ ഒരു വാർത്ത ഇതിലൂടെ തന്നെ സൂചിപ്പിക്കുന്നത്. തന്ത്രപരമായ ഹോർമൂസ് കടലിടുക്കിലൂടെ തന്നെ ഇന്ത്യൻ LPG ടാങ്കുകൾക്ക് ഇന്ത്യ ഇറാൻ ഇന്ത്യക്ക് വേണ്ടി സുരക്ഷിതമായ ഒരു പാത ഒരുക്കിയിരിക്കുകയാണ്. ഭാരതത്തിലേക്കുള്ള 2 കൂറ്റൻ പാചകവാത ടാങ്കുകൾക്കാണ് ഇറാൻ സൈന്യം യാതൊരു തടസ്സവുമില്ലാതെ തന്നെ കടന്നു പോകാൻ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, റോയിറ്റേഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം മേഖലയിൽ സംഘർഷം അതിരൂക്ഷമായിരുന്നിട്ട് പോലും ഇന്ത്യൻ കപ്പലുകളെ സുരക്ഷിതമായി തന്നെ കടത്തിവിടാൻ ഇറാൻ അവിടെ പ്രത്യേക താല്പര്യം എടുത്തിരിക്കുകയാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഭാരതത്തെ തങ്ങളുടെ ഉറ്റ സുഹൃത്തായി തന്നെ വിശേഷിപ്പിച്ച ഇന്ത്യയിലെ ഇറാനിയൻ അംബാസിഡർ മുഹമ്മദ് ഫത്താലി ആകട്ടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സൗഹൃദവും പങ്കിട്ട താല്പര്യങ്ങളുമാണ് ഇതിനൊരു ആധാരമായി തന്നെ എടുത്തു കാണിക്കുന്നത്. അതേസമയം ലോകത്തെ എണ്ണവാതക നീക്കങ്ങളുടെ ആ ഒരു ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്ക് ഉപരോധിക്കുമെന്ന ഇറാന്റെ ഭീഷണിയിൽ ആഗോള വിപണി വിറച്ചു നിൽക്കുമ്പോഴാണ് ഭാരതത്തിന് മാത്രമായി തന്നെ ഇത്തരമൊരു പ്രത്യേക പരിഗണന അവിടെ ലഭിക്കുന്നത്. ഇന്ത്യ ഒരു സുഹൃത്താണ്, ഞങ്ങൾക്ക് പൊതുവായ താല്പര്യങ്ങളുണ്ട് എന്നതായിരുന്നു ഈ അംബാസഡർ വാക്കുകൾ ഇവിടെ പുറത്തു വന്നിരിക്കുന്നത്. ഇതാകട്ടെ ഇപ്പോൾ ലോക ശ്രദ്ധ നേടുകയാണ്. മാത്രമല്ല, മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾ ആക്രമിക്കപ്പെടുകയോ അല്ലെങ്കിൽ പിടിച്ചെടുക്കുകയോ ചെയ്തപ്പോൾ ഇന്ത്യൻ ത്രിവർണ പതാക ഏന്തിയ കപ്പലുകൾക്ക് ഇന്ത്യൻ സൈന്യം സല്യൂട്ട് നൽകി സുരക്ഷിത പാതയൊരുക്കുന്നത് ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നിമിഷമായി തന്നെ മാറുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തന്നെ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ ഇന്ത്യൻ അധികാരികളുമായി തന്നെ അവിടെ നിരന്തരമായി തന്നെ ചില ചർച്ചകൾ നടത്തി വന്നിരുന്നു. അതിൻ്റെ കൂട്ടായ ഫലം കൂടിയാണിത്. ഇന്ധന സുരക്ഷാ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ഭാരതത്തിന്റെ നിലപാട് ഇറാൻ അംഗീകരിച്ചിരിക്കുകയാണ് എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നതും. ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണങ്ങൾ ഭാരതത്തെ ബാധിക്കില്ല എന്ന ഉറപ്പ് ലഭിച്ചതോടുകൂടി തന്നെ രാജ്യത്തെ ഊർജ പ്രതിസന്ധിയെ സംബന്ധിച്ചുകൊണ്ട് അവിടെ വലിയ രീതിയിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മറ്റ് രീതിയിൽ ഇന്ത്യയെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്ന ചിലർക്കുള്ള അല്ലെങ്കിൽ ചില ആളുകൾക്കുള്ള ഒരു തിരിച്ചടി കൂടിയാണ് എന്നതാണ് ഈ വാർത്ത കൊണ്ട് വിലയിരുത്തപ്പെടുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.